നമസ്കാരം 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. യൂറോപ്യൻ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ട്രാവൽ ഏജൻസി ഉടമ അനീഷ് കുമാർ പോലീസ് പിടിയിൽ. വധശ്രമ കേസ് പ്രതിയായ ബി.ജെ.പി കൗൺസിലറെ പിടികൂടുന്നതിനിടെ തലസ്ഥാനത്ത് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. ശബരിമല നിത്യപൂജാ സാധനങ്ങൾ വാങ്ങിയതിൽ ബില്ലില്ല. ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളി. വ്യാജരേഖകളുമായി കേരളത്തിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി സംഘം കൊട്ടാരക്കരയിൽ പോലീസ് പിടിയിൽ. PSC റാങ്ക് പട്ടികയിൽ ഒന്നാമനായിട്ടും ലവേഷിന് നിയമനമില്ല. എയ്ഡഡ് കോളേജുകളിൽ വൻ കോഴയെന്ന ആക്ഷേപം. യൂറോപ്യൻ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ട്രാവൽ ഏജൻസി ഉടമ അനീഷ് കുമാർ പോലീസ് പിടിയിൽ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ തട്ടിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുണ്ടക്കയം സ്വദേശിയും ട്രാവൽ ഏജൻസി ഉടമയുമായ അനീഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നായി 5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വാങ്ങി തട്ടിപ്പ് നടത്തിയ ഇയാൾക്കെതിരെ 100ഓളം പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പണമോ വിസയോ നൽകാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് മുണ്ടക്കയം പോലീസ് ഇയാളുടെ ട്രാവൽ ഏജൻസി നേരത്തെ പൂട്ടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് നിന്നാണ് മുണ്ടക്കയം പോലീസ് പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ തട്ടിയെടുത്ത പണം ആർക്കൊക്കെ കൈമാറി, എന്തിനൊക്കെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വധശ്രമ കേസ് പ്രതിയായ ബി.ജെ.പി കൗൺസിലറെ പിടികൂടുന്നതിനിടെ തലസ്ഥാനത്ത് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴൂട്ടുകോണം വാർഡ് ബി.ജെ.പി കൗൺസിലർ സുഗതനെ പിടികൂടുന്നതിനിടെ തലസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് സംഘത്തെ സുഗതനും ബന്ധുക്കളും അനുയായികളും ചേർന്ന് തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി വട്ടിയൂർക്കാവ് SHO വിപിൻ തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തെ വെടിയുതിർക്കുകയും വെടിവെപ്പിന് ശേഷം പോലീസ് സംഘം പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെതിരെ ജീവന് ഭീഷണിയുണ്ടാകുന്ന അത്യപൂർവ സാഹചര്യങ്ങളിലാണ് പോലീസ് സാധാരണയായി ഇത്തരത്തിൽ തോക്കുപയോഗിക്കാറുള്ളത്. ശബരിമല നിത്യപൂജ സാധനങ്ങൾ വാങ്ങിയതിൽ ബില്ലില്ല. ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളി. ശബരിമലയിൽ അഷ്ടാഭിഷേകം, നിത്യപൂജ എന്നിവയ്ക്കുള്ള സാധനങ്ങൾ ബില്ലോ വൗച്ചറോ ഇല്ലാതെ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളി. പൂജാ സാധനങ്ങൾ വാങ്ങുന്നതിൽ ബില്ലും വൗച്ചറും വേണ്ടെന്ന നിലപാട് വലിയ അഴിമതിക്കും ദുരുപയോഗത്തിനുമുള്ള സാഹചര്യമാണ് ഒരുക്കുന്നതെന്ന് ജസ്റ്റിസ് വി. രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ കഴിഞ്ഞ 10 വർഷത്തെ പൂജാരേഖകൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. സ്പോൺസർമാർ നൽകിയ സാധനങ്ങളുടെ വിവരങ്ങൾ, സ്റ്റോക്ക് രജിസ്റ്റർ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ 10 ദിവസത്തിനകം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. നിലവിലെ രീതികൾ സുതാര്യമാണോ എന്ന് വിശദമായി പരിശോധിക്കാൻ സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പിനും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. വ്യാജരേഖകളുമായി കേരളത്തിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി സംഘം കൊട്ടാരക്കരയിൽ പിടിയിൽ. അതിർത്തി വേലി കടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വ്യാജരേഖകളോടെ കേരളത്തിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി സ്വദേശികളെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കരിക്കത്ത് നിന്ന് പിടിയിലായി ഇവരിൽ നിന്ന് ആധാർ, വോട്ടർ ID, പാൻ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങി ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന എല്ലാവിധ രേഖകളും പോലീസ് കണ്ടെടുത്തു. വൻ തുക നൽകി അതിർത്തി കടന്ന ഇവർ 2017 മുതൽ ചാലക്കുടി, കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. തദ്ദേശീയരുടെ സഹായത്തോടെയാണ് പ്രതികൾ സുപ്രധാനമായ സർക്കാർ രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും സ്വന്തമാക്കിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും മട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി. PSC റാങ്ക് പട്ടികയിൽ ഒന്നാമനായിട്ടും ലവേഷിന് നിയമനമില്ല. എയ്ഡഡ് കോളേജുകളിൽ വൻ കോഴയെന്ന ആക്ഷേപം. PSC 2023 പ്രസിദ്ധീകരിച്ച അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ ചേർത്തല സ്വദേശി PL ലവേഷിന് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനം ലഭിച്ചില്ലെന്ന് പരാതി. എയ്ഡഡ് കോളേജുകളിലും സ്കൂളുകളിലും ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം നൽകണമെന്ന സുപ്രീം കോടതി വിധി നിൽക്കെയാണ് ലവേഷിനെ പോലുള്ള ഉദ്യോഗാർത്ഥികൾ തഴയപ്പെടുന്നത്. എയ്ഡഡ് മേഖലയിൽ ജോലി ലഭിക്കുന്നതിനായി മാനേജ്മെന്റുകൾ ലക്ഷങ്ങളും കോടികളും കോഴയായി ആവശ്യപ്പെടുന്നുവെന്നാണ് ലവേഷിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. അർഹമായ സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പണവും സൗദമായ സ്വാധീനവും മാത്രം നോക്കിയാണ് മാനേജ്മെന്റുകൾ നിയമനം നടത്തുന്നതെന്നും ലവേഷ് ആരോപിക്കുന്നു.
ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും 10 വർഷത്തിലേറെ പ്രവൃത്തി പരിചയവുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി ഉദ്യോഗാർത്ഥിയുടെ ഈ അവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്.